ഇതേ കൊടുങ്ങല്ലൂരാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും കൊടുങ്ങല്ലൂരിലുള്ള എല്ലാവരും ഈ ഭാഗം കണ്ടിട്ടുണ്ടാണെന്ന് ഉറപ്പൊന്നുമില്ലട്ടാ. ഇതിലെ ഈ ശംഖ് കണ്ടില്ലേ, ഈ ശംഖ് തിരുവിതാംകൂർ രാജാവിൻ്റെ രാജവംശത്തിൻ്റെ ഒരു സിമ്പലാണിട്ടത്. ഇവിടെ ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടിയിട്ടുള്ള ഒരു അസ്ഥിയുടെ ഭാഗമുണ്ട് ഈ കാണുന്നത്. ഞാനിന്ന് ഒരു ചരിത്ര പ്രസിദ്ധമായ ഒരു സ്ഥലത്തുണ്ട് വന്നിട്ടുള്ളത്. അതായത് കൊടുങ്ങല്ലൂർ തന്നെയാണ്. കൊടുങ്ങല്ലൂര് കോട്ടപ്പുറത്തുണ്ടാൻ വന്നിട്ടുള്ളത്. ഈ കോട്ടപ്പുറത്തിന് കോട്ടപ്പുറം എന്ന് പേര് വരാൻ കാരണമാക്കപ്പെട്ട ഒരു സ്ഥലത്തുണ്ട് വന്നിട്ടുള്ളത്. അപ്പേ ഈ കോട്ട നിർമ്മിക്കപ്പെട്ടത് പോർച്ചുഗീസുകാരന്. അത് 1523 ഇത് നിർമ്മിക്കപ്പെട്ടത്. അതായത് 503 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ കോട്ട ഇവിടെ നിർമ്മിക്കപ്പെട്ടത്. അധികം താമസിക്കാതെ തന്നെ, അതായത് 1662 ഡച്ചുകാരുടെ അധിനിവേശത്തില് ഈ കോട്ട ഡച്ചുകാർ പിടിച്ചെടുത്തിട്ടാ. അതിനുശേഷം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സമ്മതത്തോടു കൂടി തിരുവിതാംകൂർ രാജാവ് 1 ലക്ഷം രൂപയ്ക്കാണ് ഈ കോട്ട വിലക്ക് വാങ്ങുന്നത്. അതിനുശേഷം 1789 ടിപ്പു സുൽത്താന്റെ തേരോട്ടക്കാലം. ആ കാലത്ത് ടിപ്പു സുൽത്താൻ ഈ കോട്ട ആക്രമിക്കുകയും പിടിച്ചെടുക്കുകയും ചെയ്തു എന്നാണ് ചരിത്രോട്ട. ഒരു മരം നോക്കിയാൽ എത്ര കാലം പഴക്കുണ്ടെന്ന് അറിയില്ലട്ടോ. ഒരു 6 മരോട്ടോ. എന്ത് വണ്ണമാണ്. നമ്മൾ 4-5 വട്ടം നിന്നാലും എത്തൂലെന്നുണ്ട്. അത്ര വലിയ വലിപ്പമുള്ള മരം ഉണ്ടാ. ഇദ്ദേഹത്തിന് മരം എന്നുള്ള വാഗയാണോ എന്തുകൊണ്ടെന്ന് അറിയില്ല. എന്ത് മരം എന്നുള്ള അറിയാമെങ്കിൽ കമന്റ് ചെയ്യട്ടാ. അതെ, ഞാൻ ഈ കോട്ട എന്ന് പറയണെങ്കിലേ നിങ്ങൾ വലിയൊരു കോട്ടനൊന്ന് സ്വപ്നം കണ്ടട്ടാ. ഇതിന്റെ അവശിഷ്ടങ്ങളുള്ളത് അത് തകർക്കപ്പെട്ടിട്ട് അതിന്റെ അടിഭാഗം മാത്രമേ ഉള്ളൂ. ഇത് 1909 ഈ കോട്ട തിരുവിതാംകൂർ രാജവംശം പുരാവസ്തു ഗവേഷകർക്ക് കൈമാറുകയും അതിങ്ങനെ സംരക്ഷിക്കപ്പെട്ട് പോരുന്നുണ്ട്. ഇതേ കൊടുങ്ങല്ലൂരാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും കൊടുങ്ങല്ലൂരിലുള്ള എല്ലാവരും ഈ ഭാഗം കണ്ടിട്ടുണ്ടാണെന്ന് ഉറപ്പൊന്നുമില്ലട്ടാ. കാണാത്തവർ ഒരുപാട് ആൾക്കാരുണ്ടാവും, കണ്ടവരുണ്ടാവും, സ്ഥിരം വരുന്നവരുണ്ടാവും. കാണാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ വന്നൊന്ന് കാണാട്ടോ, അത് എക്സ്പീരിയൻസ് ചെയ്യുക. നല്ല ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് അല്പനേരം ഇരിക്കാനും അതേപോലെ തന്നെ നമ്മൾക്ക് ഒരു അല്പനേരം റെസ്റ്റ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. അപ്പൊ ഇതിന്റെ ബാക്കി ഭാഗങ്ങളായിട്ട് നാളെ വരാട്ടാ. ബായ്.